പാചകത്തിന്റെ വൈഭവത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഒരു വരി അതിൽ വേണം. നിങ്ങളതിന് എപ്പോഴും അദ്ദേഹത്തിന്റെ വാചകത്തിലാണ് കയറി പിടിച്ചിട്ടുള്ളത്. പാചകത്തിൽ പിടിക്കണം. അതെ, പാചകത്തിൽ പിടിക്കണം. പാചകമാണ് ഞങ്ങൾക്ക് പ്രിയം. നിങ്ങൾക്ക് പ്രിയം, പക്ഷെ പാചകമാണ് ഞങ്ങൾക്ക് പ്രിയം. അല്ല, പാചകത്തിനകത്ത് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ആണോ? ജീവിതത്തിൽ ഒരുപാട് പോരാടിയ ആളാണ് ഞാൻ. ആ. ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിച്ചപ്പോൾ അപ്പൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, അമ്മയും ഉദ്യോഗസ്ഥയായിരുന്നു. അപ്പോൾ ഒരു കാര്യം പറഞ്ഞുള്ളൂ, സ്വന്തം കാര്യം നിന്നിട്ട് ചെയ്ത് ജീവിച്ചോണം, ഇനി ഞങ്ങളുടെ ചെലവിൽ കഴിയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു. ആദ്യം പോയി ഞാൻ LIC ഏജൻസി എടുത്തു. 5 വർഷം കൊണ്ട് നല്ല ബിസിനസ് ചെയ്തു. LIC. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഒരു കേറ്ററിംഗ് തുടങ്ങണം. ഒരു 5-6 വർഷം ഞാൻ കേറ്ററിംഗ് നടത്തി. മിറാണ്ട കേറ്ററിംഗ് എന്നായിരുന്നു എൻ്റെ പേര്. ഇപ്പോൾ ഉണ്ടോ അത് പരിപാടി? അത് അടുത്ത കാലം വരെ എൻ്റെ ഒരു കസിൻ നടത്തിയിരുന്നു, പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ 6-7 വർഷം ഞാനായാലും കൂടെ ചെയ്തു. ഭക്ഷണമൊക്കെ എവിടെ നീ പാചകം ഞാൻ പഠിച്ചു? എല്ലാം ചെയ്യും. ബിരിയാണി ചെയ്യും, ചോറ് ചെയ്യും, ചിക്കൻ ചെയ്യും, ബീഫ് ചെയ്യും. അത് ഒരു കാര്യം ചെയ്യും, ആരോട് ഒരു ദിവസം എൻ്റെ കൂടെ വാ. ഞാനിത് കേട്ടിട്ടില്ല കേട്ടോ. അത് ഞാനിങ്ങനെ അതായത് മിനിസ്റ്റർ ഭക്ഷണം കുക്ക് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഈ കേറ്ററിംഗിന്റെ കഥ കേട്ടിട്ടില്ല. ഞാൻ അറിയാത്ത ഒരുപാട് കഥയുണ്ട് എന്നെ പറ്റി പറയുന്ന കഥയൊന്നുമല്ല, ഒറിജിനൽ കേട്ടതൊന്നും അല്ല കേൾക്കാനുള്ളത്. അപ്പോൾ ഒരു ദിവസം മാളത്തുനിന്ന് പുറത്ത് വന്നതിനേക്കാളും അടുത്ത ക്രിസ്മസിനാവാം അല്ലേ? എപ്പം നിങ്ങൾ പറഞ്ഞു ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊന്നും പ്രശ്നമില്ല. അങ്ങനെ ഞാൻ ആ മേഖലയിൽ പ്രവർത്തിച്ചു. അതുകൊണ്ട് ഒരു ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്താണ് അതിൻ്റെ രീതികളെന്ന്. അറിയാൻ പറ്റും. ഇറച്ചിയൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായി ബീഫൊക്കെ ഞാൻ നോക്കിയേ കഴിക്കത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എനിക്കറിയാം അതിനകത്ത് മോശം സാധനം വന്നാൽ കണ്ടറിയാം. അതുപോലെ ഫിഷ് അതൊരു വലിയ അനുഗ്രഹമാണ്. കാരണം ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് അന്നത് പഠിച്ചത് നന്നായി തോന്നുന്നു.